തിരിച്ചവർ രാത്രിയോടുകൂടിയായിരുന്നു നാട്ടിലേക്ക് എത്തിച്ചേർന്നത്. ആദ്യം ചാർലിയുടെ വീട്ടിൽ പോയി എല്ലാവരെയും ഇറക്കിയതിന് ശേഷം ചാർലി റയാൻ്റെ കയ്യിലേക്ക് കാറിൻ്റെ കീ കൊടുത്തു. എടാ, നീ ഇവളെ കൊണ്ടുപോയി വീട്ടിലേക്ക് ആക്കിയിട്ട് വാ. അല്ല മോളെ, ഞാൻ ഒന്നുകൂടി ചോദിക്കുക, നിനക്ക് ഇപ്പം തന്നെ വീട്ടിലേക്ക് പോകണമെന്നുണ്ടോ? റയാനെ നോക്കി പറഞ്ഞതിന് ശേഷം അവൻ വീണ്ടും സോണിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഞാൻ പോവാ ചാർലിച്ചാ. ഇനി എന്തായാലും സ്വാതന്ത്ര്യത്തോടെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് കയറി വരാലോ. 2 ദിവസമായില്ലേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. പപ്പയോട് പറയാതെയാ നിങ്ങളോടൊപ്പം വന്നത്. ഇപ്പം തന്നെ മമ്മിയോട് 100 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പപ്പ. എന്നായാലും ഈ സത്യങ്ങളൊക്കെ പുറത്തറിയും. ഒരുപാട് നാളൊന്നും നമുക്ക് വരച്ചു വയ്ക്കാൻ കഴിയില്ലല്ലോ. അവൾ ചെറുപുഞ്ചിരിയോടെ അവനെ നോക്കി പറഞ്ഞതും അവനും ചെറുതായി അവളെ നോക്കി ഒന്ന് ചിരിച്ചു. ഇവൻ നിന്നെ കൊണ്ടാക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ പപ്പ കണ്ടാ? അവൻ വീണ്ടും ചോദിച്ചു. ഏയ്, അതൊന്നും കുഴപ്പമില്ല ചാർലി ചായ. അവൾ ഒരു പുഞ്ചിരിയോടെ അവന് മറുപടി നൽകി. റയാൻ, ചാർലി വിളിച്ചതും അവൻ എന്താ കാര്യമെന്ന് മനസ്സിലായി. അവൻ സോണിയെ കൂട്ടി അവളുടെ വീട്ടിലേക്ക് തിരിച്ചു. ഋഷു അന്ന് വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു. അതുകൊണ്ട് ചാർലിയുടെ വീട്ടിലാണ് അവളിന്ന് നിൽക്കുന്നത്. റയാൻ സോണിയയും കൂട്ടി അവളുടെ വീട്ടിലേക്കെത്തി. രാത്രി ആയതുകൊണ്ട് തന്നെ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു. അവൾ കാർ പോർച്ചിലേക്ക് നോക്കിയതും അവളുടെ പപ്പയുടെ കാർ അവിടെ കിടക്കുന്നത് അവൾ കണ്ടിരുന്നു. അയാൾ അവിടെ ഉണ്ടെന്ന് അവൾക്ക് അതിൽ നിന്നും മനസ്സിലായി. ഗേറ്റ് തുറക്കണമെങ്കിൽ അകത്തുനിന്ന് ആരെങ്കിലും വന്ന് തുറക്കണം. സോണി റയാന്റെ മുഖത്തേക്ക് നോക്കി. നിന്നോട് ഞങ്ങളൊക്കെ പറഞ്ഞതല്ലേ ഇന്നവിടെ തങ്ങിയിട്ട് നാളെ വരാന്ന്. ഇനിയിപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നിന്റെ പപ്പ പ്രശ്നം ഉണ്ടാക്കുമെന്നാ എൻ്റെ പേടി. അവൻ അവൻ്റെ മനസ്സിൽ തോന്നിയ ആവലാതി അവളോട് പറഞ്ഞു. ഞാൻ എന്തായാലും മമ്മി ഒന്ന് വിളിച്ചു നോക്കട്ടെ. അവൾ അതും പറഞ്ഞ് തൻ്റെ ഫോൺ എടുത്തു. ശേഷം അവളുടെ മമ്മിയുടെ നമ്പറിലേക്ക് വിളിച്ചു. ഹലോ മമ്മി. മറുവശത്തു നിന്നും ആരോ കോൾ എടുത്തതും അവൾ പറഞ്ഞു. മമ്മി, ഞാൻ പുറത്തുണ്ട്, ഗേറ്റ് ഒന്ന് തുറക്കാവോ? അവൾ മറുപടി പറഞ്ഞതും കോള് കട്ടായതും ഒന്നിച്ചായിരുന്നു. ഫോൺ കട്ട് ചെയ്തല്ലോ. അവൾ ഫോണിലേക്ക് നോക്കിയതിന് ശേഷം അവനെ നോക്കി പറഞ്ഞു. ഇനി മമ്മി കേട്ടിട്ടുണ്ടാവില്ലേ? അവൻ സംശയത്തോട് ചോദിച്ചു. ചിലപ്പോൾ പപ്പ ഉറങ്ങിയിട്ടുണ്ടാവും. പപ്പയുടെ മുമ്പിൽ വെച്ച് സംസാരിക്കേണ്ടെന്ന് കരുതിയിട്ടായിരിക്കും ഒന്നും പറയാതെ മമ്മി ഫോൺ വെച്ചത്. അവൾ അവനെ നോക്കി പറഞ്ഞതും വീട് മുഴുവൻ ലൈറ്റ് കത്തിയിരുന്നു. ഞാൻ പറഞ്ഞത് തന്നെയാ കാര്യം. മമ്മി എഴുന്നേറ്റിട്ടുണ്ട്. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു. കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ അവരുടെ വീടിൻ്റെ ഗേറ്റ് തുറന്നിരുന്നു. എന്നാൽ ഗേറ്റ് തുറന്ന് മുൻപിൽ നിൽക്കുന്ന അവളുടെ പപ്പയെ കണ്ടതും അവളും അവനും പരസ്പരം നോക്കി. അവൾ വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് അവളുടെ മമ്മി ആയിരുന്നില്ല എന്ന് ആ നിമിഷം അവൾക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്, നീ അകത്തേക്ക് വരണ്ട, ഞാനിവിടെ ഇറങ്ങിക്കോളാം. അവൾ അവനെ നോക്കി പറഞ്ഞിട്ട് ഡോറ് തുറക്കാനായി പോയി. വേണ്ട, നീ ഒറ്റയ്ക്ക് കയറി പോവണ്ട, ഞാൻ തന്നെ നിന്നെ കൊണ്ടാക്കിക്കോളാം. അതും പറഞ്ഞ് അവളെ അവിടെ ഇറങ്ങാൻ സമ്മതിക്കാതെ റയാൻ കാറുമായി അകത്തേക്ക് കയറി. അപ്പോഴേക്കും അയാളും അവരോടൊപ്പം സിറ്റ് ഔട്ടിലേക്ക് എത്തിയിരുന്നു. അവൾ കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അയാൾ ഒന്നും തന്നെ ആ നിമിഷം ചോദിച്ചതോ പറഞ്ഞതോ ഇല്ലായിരുന്നു. കാറിൻ്റെ ശബ്ദം കേട്ട അവളുടെ മമ്മിയും അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. റയാനെ കണ്ടതും അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. സുഖമല്ലേ ആൻറ്റി? അവനൊരു പുഞ്ചിരിയോടെ അവരോട് വിശേഷങ്ങൾ തിരക്കി. കുഴപ്പമില്ല മോനെ. അല്ല, മോനകത്തേക്ക് വരുന്നില്ലേ? അവർ അവനോട് ചോദിച്ചു. ഏയ് ഇല്ല ആൻറ്റി, ഇത്ര നേരം ആയില്ലേ, ഒരുപാട് ലേറ്റായി. പിന്നീട് ഒരു ദിവസം ഞാൻ വരാം. അവൻ അവരെ നോക്കി പറഞ്ഞതും അവരും പുഞ്ചിരിയോടെ തലയാട്ടി. അവളുടെ പപ്പയാണെങ്കിൽ ആ നിമിഷം അത്രയും ഒന്നും മിണ്ടാതെ എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. റയാൻ അവളോട് യാത്ര പറഞ്ഞതിന് ശേഷം കാറുമായി അവിടെ നിന്നും പോയി. അവൾ പെട്ടെന്ന് അകത്തേക്ക് കയറാനായി തുടങ്ങി. ഒന്ന് നിന്നേ. പുറകിൽ നിന്നും അവളുടെ പപ്പ പറയുന്നത് കേട്ട് സ്റ്റെപ്പ് കയറാൻ നിന്ന അവളൊന്ന് നിന്നു. പിന്നെ തൻ്റെ മമ്മിയുടെ മുഖത്തേക്ക് നോക്കി. അവരാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയായിരുന്നു. പിന്നെ തിരിഞ്ഞ് തൻ്റെ പപ്പയെ ഒന്ന് നോക്കി. കടുത്ത ദേഷ്യം കൊണ്ട് അയാളുടെ മുഖം ചുവന്ന് തുടുത്തിട്ടുണ്ടായിരുന്നു. കണ്ണുകളിൽ കനലെരിയുന്നത് പോലെ അവൾക്ക് തോന്നി. ഈ 2 ദിവസം നീ എവിടെയായിരുന്നു? ഇവൻ്റെ കൂടെയോ? അതോ? അയാൾക്ക് അവൾ എവിടെ പോയതാണെന്നോ എന്ത് കാര്യത്തിന് പോയതാണെന്നോ അറിയില്ലായിരുന്നു. അയാൾ വിചാരിച്ചു വെച്ചിരുന്നത് റയാൻ കൊണ്ടാക്കിയത് കൊണ്ട് അവൾ അവനോടൊപ്പമായിരുന്നു എന്നാണ്. ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഈ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നത്. പിന്നെന്താ പപ്പയ്ക്ക് ഇപ്പോൾ ഒരു ചോദ്യവും പറച്ചിലും ഒക്കെ? തിരിഞ്ഞു നിന്ന് തൻ്റെ പപ്പയുടെ മുഖത്തേക്ക് നോക്കി അവളും ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ ദേഷ്യത്തോടെ ചോദിച്ചു. എന്നാൽ അവൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാതെ അയാളുടെ വലത് കൈ സോണിയുടെ കവിളിൽ വന്ന് പതിച്ചു. ശക്തമായ ഒരടി. അയ്യോ, എൻ്റെ മോളെ തല്ലല്ലേ! അവളുടെ മമ്മി ഇടയ്ക്ക് കയറാൻ തുടങ്ങി. കവളിൽ കൈവച്ച് അവൾ പതിയെ തല ഉയർത്തി. അവളുടെ നിറഞ്ഞ കണ്ണുകളിൽ ഇപ്പോൾ പേടിയായിരുന്നില്ല, മറിച്ച് കനൽ പോലെയുള്ള ഒരു ദൃഢതയായിരുന്നു. മമ്മി മാറി നിൽക്ക്, അവൾ ദേഷ്യത്തോടെ അവരെ നോക്കി പറഞ്ഞു. മോളെ, തൻ്റെ മകളെ അയാൾ തല്ലുന്നത് കണ്ട് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മമ്മിയോട് ഞാൻ പറഞ്ഞില്ലേ മാറി നിൽക്കാൻ? അവൾ വീണ്ടും പറയുന്നത് കേട്ട് അവരൊരു സൈഡിലേക്ക് മാറി. എന്തിനാ പപ്പ ഇപ്പം എന്നെ തല്ലിയത്?
അവൾ ഒട്ടും ശബ്ദം കുറയ്ക്കാതെ പപ്പയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ചോദിച്ചു. മകളുടെ ആ അപ്രതീക്ഷിതമായ ചോദ്യവും മുഖത്തെ ആ ഭാവവ്യത്യാസവും കണ്ട് അയാൾ ഒരു നിമിഷം അത്ഭുതപ്പെട്ടു. എങ്കിലും തന്റെ അധികാരം കാണിക്കാൻ അയാൾ വീണ്ടും ശബ്ദമുയർത്തി. നീ എന്നെ ചോദ്യം ചെയ്യാൻ വളർന്നോടി? ആരോട് ചോദിച്ചിട്ടാ നീ ആ റയാന്റെ കൂടെ? അയാൾ വീണ്ടും അരിശത്തോടെ അവളോട് ചോദിച്ചു. ഞാനതിന് അവന്റെ കൂടെ പോയേക്കുവാണെന്ന് പപ്പയോട് ആരാ പറഞ്ഞത്? അവൻ എന്നെ ഇവിടെ കൊണ്ടാക്കി എന്നുള്ളത് ശരിയാ എന്ന് കരുതി ഞാൻ ഈ 2 ദിവസം അവന്റെ കൂടെ ഒന്നും ആയിരുന്നില്ല, അവരുടെ കൂടെയായിരുന്നു. അവൾ നിശ്ചയത്തോടെ തന്നെ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടതും അയാൾ സംശയത്തോടെ അവളെ നോക്കി. അവള് പറയുന്നതിന്റെ അർത്ഥം അയാൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഞാൻ ചാർലി ചായന്റെയും ചേച്ചിയുടെയും അവിടുത്തെ മറ്റുള്ളവരുടെയും ഒപ്പമായിരുന്നു. അവൾ വാശിയോടെ തന്നെ അയാളെ നോക്കി ഒട്ടും വിട്ടുകൊടുക്കാതെ പറഞ്ഞു. നിന്റെ ആരാടി അവരൊക്കെ? നീ അവരുടെ കൂടെ സർക്കിട്ട് അടിക്കാൻ പോവാൻ? അയാൾ വീണ്ടും അമർഷത്തോടെ അവളെ നോക്കി ചോദിച്ചു. അവരൊക്കെ എൻ്റെ ആരാണെന്ന് പപ്പയ്ക്ക് അറിയണോ? പറയ്, അറിയണോ? അവൾ അയാളെ നോക്കി പറഞ്ഞുകൊണ്ട് അയാളുടെ അടുത്തേക്ക് നടന്നു. അവളുടെ മമ്മിക്കാണെങ്കിൽ ആകെ പേടിയും വിഷമവും ഒക്കെ തോന്നി. ഇത്രയും നാളും ഈ ഒരു വയസ്സ് വരെയും അവൾ അവളുടെ പപ്പയെ എതിർത്ത് സംസാരിച്ചിട്ടില്ല. അയാൾ പറയുന്നത് മാത്രമായിരുന്നു അവളുടെ വേദവാക്യം. എന്നാൽ ഇന്ന് അയാളുടെ അടുത്ത് അവൾ ഇത്രമാത്രം എതിർക്കുന്നത് കണ്ട് അവർക്കും അതൊന്നും വിശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. പപ്പ എന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നേ? അവരൊക്കെ എനിക്ക് ആരാണെന്ന് പപ്പയ്ക്ക് അറിയണ്ടേ? അവൾ പറഞ്ഞുകൊണ്ട് വീണ്ടും അയാളുടെ മുഖത്തേക്ക് നോക്കി. എങ്കിൽ പപ്പ കേട്ടോ, ഷീതു എൻ്റെ ചേച്ചിയാ. എന്നെ പ്രസവിച്ച ഈ മമ്മിയുടെ വയറ്റിൽ തന്നെ ഉണ്ടായ എൻ്റെ ചേച്ചി. അപ്പം ചാർലി ചായനും കുടുംബവും എനിക്ക് ആരാണെന്നും എനിക്ക് അവരുമായിട്ടുള്ള ബന്ധം എന്താണെന്നും പപ്പയ്ക്ക് ഇനി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞാൻ പോയത് എൻ്റെ ചേച്ചിയുടെ വീട്ടുകാരുടെ ഒപ്പമാ. അവളുടെ ഓരോ വാക്കും അയാളുടെ നെഞ്ചിൽ തറച്ചു കയറുന്നത് പോലെ അയാൾക്ക് തോന്നി. അയാൾക്ക് മാത്രമല്ല, അവളുടെ നാവിൽ നിന്നും അങ്ങനെ കേട്ട അവളുടെ മമ്മിയും ആകെ തറഞ്ഞു നിൽക്കുമായിരുന്നു. പപ്പയ്ക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ, എൻ്റെ മമ്മി പപ്പയെ വിവാഹം കഴിക്കുന്നതിന് മുൻപേ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചിട്ടുണ്ടെന്നും ആ പെൺകുട്ടിയെ ആരും അറിയാതെ മാറ്റിയതൊക്കെ. മറ്റാരേക്കാളും നന്നായിട്ട് അതൊക്കെ അറിയുന്നവനല്ലേ പപ്പ? അവൾ പുച്ഛത്തോടെ അയാളെ നോക്കി ചോദിച്ചു. അവൾ പറയുന്നത് കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു അയാൾ. അവൾ അങ്ങനെ പറയുന്നത് കേട്ട് അവളുടെ മമ്മി നെഞ്ചിൽ കൈവച്ച് വീഴാനായി പോയിരുന്നു. അവർക്കാണെങ്കിൽ അതൊന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യാനോ വിശ്വസിക്കാനോ കഴിഞ്ഞിരുന്നില്ല. അവൾ പെട്ടെന്ന് അവളുടെ മമ്മിയെ നോക്കി. അവരാണെങ്കിൽ ആകെ വാടി തളർന്നു പോയിരുന്നു. മമ്മി, ഞാൻ പറഞ്ഞത് ശരിയാ. ഇങ്ങനെയൊന്നും മമ്മിയോട് കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്നല്ല മമ്മി ഞാൻ കരുതിയത്. ചേച്ചിയെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി ഇതാണ് മമ്മി ഇത്രയും നാൾ അന്വേഷിച്ചു കൊണ്ടിരുന്ന മകളെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പപ്പയാ എന്നെ കൊണ്ട് ഇതെല്ലാം ഇവിടെ പറയിപ്പിച്ചത്. അവൾ പറഞ്ഞുകൊണ്ട് അയാളുടെ മുഖത്തേക്ക് നോക്കി. ഇത്രയും കേട്ടിട്ട് പപ്പയ്ക്ക് എന്നെ തല്ലണോ? തല്ലിക്കോ പപ്പ, എത്ര വേണമെങ്കിലും തല്ലിക്കോ. തല്ലിയാൽ തീരുന്നതാണോ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ? എനിക്കെല്ലാം അറിയാം പപ്പ. പപ്പയുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടല്ലേ ചോരക്കുഞ്ഞായിരുന്ന എൻ്റെ ചേച്ചിയെ വഴിയെ കൊണ്ടുപോയി ഒരു ദയയില്ലാതെ ഉപേക്ഷിച്ചിട്ട് വന്നത്. ഒരു പക്ഷെ തെരുവ് നായ്ക്കളുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗങ്ങളോ എൻ്റെ ചേച്ചിയെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, കൊന്നിട്ടുണ്ടായിരുന്നെങ്കിൽ? അത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സോണിയിലുണ്ടായ ആ മാറ്റം അയാളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു സോണി. പക്ഷെ ഇന്നവൾ ഒരുപാട് മാറിപ്പോയതുപോലെ അയാൾക്ക് തോന്നി. ഇത്രയും നാളും പപ്പ ഈ സത്യങ്ങളൊക്കെ മനസ്സിൽ മൂടി വെച്ചിരിക്കുകയല്ലായിരുന്നോ? പക്ഷെ പപ്പ എന്താ കരുതിയത്? പപ്പ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒരിക്കലും ഞാൻ എൻ്റെ ചേച്ചിയെ കണ്ടുപിടിക്കില്ലെന്നോ? അതോ മമ്മിയുടെ വയറ്റിൽ ജനിച്ച ആ കുഞ്ഞ് ഒരിക്കലും അവകാശം പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരില്ലെന്നോ? എന്നാൽ പപ്പയ്ക്ക് അവിടെ വലിയൊരു തെറ്റ് പറ്റി. രക്തം രക്തത്തെ ഒരിക്കലും തിരിച്ചറിയാതിരിക്കില്ല എന്നുള്ള വലിയ സത്യം പപ്പ മറന്നു കളഞ്ഞു. അവൾ പറയുന്നത് കേട്ട് തിരികെ ഒന്നും പറയാനാകാതെ നിൽക്കുകയായിരുന്നു അയാൾ. പപ്പ മമ്മിയെ വിവാഹം കഴിച്ചത് പപ്പയ്ക്ക് മമ്മിയോട് തോന്നിയ പ്രണയത്തിന് പുറത്തായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ മമ്മി സ്നേഹിച്ചത് മറ്റൊരാളെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷവും പപ്പ മമ്മിയെ വിവാഹം കഴിച്ചത്? മമ്മിയെ തന്നെ കിട്ടണമെന്നുള്ള വാശി അല്ലേ? എന്നിട്ട് ഒരു ദിവസമെങ്കിലും എൻ്റെ മമ്മി നിങ്ങളുടെ കൂടെ സന്തോഷത്തോടെ ജീവിച്ചിട്ടുണ്ടോ? നിങ്ങൾ സന്തോഷം എന്താണെന്നോ സമാധാനം എന്താണെന്നോ എൻ്റെ മമ്മി അറിയിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കൂട്ടുകാർ തന്നെയായിരുന്നു വലുത്. എന്നിട്ട് അവസാനം അവരെവിടെ? നിങ്ങൾ ആത്മാർത്ഥതയോടെ സ്നേഹിച്ച ആ കൂട്ടുകാരൊക്കെ? അവൾ അയാളെ നോക്കി ചോദിച്ചതും അയാൾ ഒന്നും തന്നെ മിണ്ടിയില്ല. എന്നാൽ അവൾ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം കറക്റ്റ് തന്നെയാണെന്ന് അവളുടെ മമ്മിക്ക് അറിയാമായിരുന്നു. സോണിയുടെ ആ വാക്കുകൾ അയാളുടെ നെഞ്ചിൽ പതിച്ചിരുന്നു. സ്വന്തം മകൾ തൻ്റെ മുഖത്ത് നോക്കി ഇത്രയും കാര്യങ്ങൾ വിളിച്ചു പറയുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ദേഷ്യം കൊണ്ട് അയാളുടെ കൈകൾ വിറച്ചു പോയെങ്കിലും കൂടുതലൊന്നും പറയാൻ കഴിയാതെ അയാൾ അവിടെ തന്നെ തറഞ്ഞു നിന്നു. ഇനി മേലാൽ എൻ്റെ ദേഹത്ത് കൈവെക്കരുത് പപ്പ.
സോണി അത്രയും കൂടി പറഞ്ഞുകൊണ്ട് തറയിൽ കിടന്ന തന്റെ ബാഗ് ദേഷ്യത്തോടെ വലിച്ചെടുത്തു. അവൾ പപ്പയെ ഒന്നുകൂടി നോക്കിയ ശേഷം തന്റെ മുറിയിലേക്ക് നടന്നു. വാതിൽ ശക്തിയായി അടച്ച് കുറ്റിയിട്ടു. ബെഡിലേക്ക് ബാഗ് എറിഞ്ഞ് അവൾ കട്ടിലിലേക്ക് ഇരുന്നു. കവിളിലെ വേദനയേക്കാൾ അവളുടെ നെഞ്ചിപ്പോഴും ദേഷ്യം കൊണ്ട് പുകയുകയായിരുന്നു. എങ്കിലും ജീവിതത്തിൽ ആദ്യമായി പപ്പയുടെ അനീതിക്കെതിരെ പ്രതികരിക്കാൻ കഴിഞ്ഞതിൽ അവൾക്ക് തന്റെ ഉള്ളിൽ ഒരു പുതിയ കരുത്ത് തോന്നുന്നുണ്ടായിരുന്നു. രാത്രിയിൽ വന്നിട്ട് ഫ്രഷായി ഉറങ്ങാൻ കിടന്നതാണ് ഋഷു. എന്നാൽ അവൾക്ക് എത്രയൊക്കെ കിടന്നിട്ടും എങ്ങനെയൊക്കെ കിടന്നിട്ടും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അവൾക്ക് ഒരു അർദ്ധരാത്രി ആയപ്പോഴേക്കും വെള്ളം കുടിക്കാൻ ദാഹിച്ചു. അവൾക്ക് പുറത്തേക്കിറങ്ങാൻ ഒരു പേടി തോന്നിയെങ്കിലും വെള്ളം കുടിക്കാൻ അതിയായ ദാഹം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വാതിൽ തുറന്ന് അവൾ പുറത്തേക്കിറങ്ങി. കൂട്ടിനെ ക്രിസ്റ്റിയെ വിളിച്ചാലോ എന്ന് അവൾ ഒരുപാട് ആലോചിച്ചു. എന്നാൽ ചിലപ്പോൾ ഡ്രൈവ് ചെയ്തതുകൊണ്ട് അവന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കാണുമെന്നും അതുകൊണ്ട് കിടന്നു കാണുമെന്നും ശല്യപ്പെടുത്തണ്ടെന്നൊക്കെ അവൾ മനസ്സിൽ ചിന്തിച്ചു. ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ 12:30 കഴിഞ്ഞിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് അവൾ വാതിൽ തുറന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് നടന്നു. താഴേക്ക് ഇറങ്ങി ചെന്നപ്പോഴുണ്ട് അടുക്കളയിൽ ഒരു വെളിച്ചം. അത് കണ്ടതും അവൾ പേടിച്ചു പോയി. ഈ രാത്രിയിൽ ഇനി കള്ളന്മാർ വല്ലതും ആണോ എന്ന് അവൾ ചിന്തിച്ചു. 2 ദിവസം ആളില്ലാതെ കിടന്ന വീടല്ലേ, ഇന്നും ആരും ഉണ്ടാവില്ല എന്ന് കരുതി വന്നതാണോ എന്നൊക്കെ അവൾ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി. ഡി അവൾ പെട്ടെന്ന് തന്നെ മുറിയിൽ കയറി ക്രിസ്റ്റിയെ വിളിക്കാമെന്ന് മനസ്സിൽ ചിന്തിച്ച് സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയതും പുറകിൽ നിന്നും ഒരു വിളി കേട്ടിരുന്നു. വിളി കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അത് ക്രിസ്റ്റിയാണെന്ന്. അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നു. ശേഷം തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവനാണെങ്കിൽ സംശയത്തോടെ നെറ്റി ചുളിച്ചു വെച്ച് അവളെ നോക്കുകയാണ്. ഈ രാത്രിയിൽ അവൾ ഇറങ്ങി വരുമെന്ന് അവനവിടെ ഉണ്ടാകുമെന്ന് അവളോ കരുതിയിരുന്നില്ല. അവനെ കണ്ടതും അവൾ 32 പല്ലും കാണിച്ച് അവനെ നോക്കി ചിരിച്ചു.